നമസ്കാരം. ഈ വയനാട് മുണ്ടകൈ ചൂരൽമല വിഷയം അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് വളരുകയാണ്. വയനാട് ദുരന്തമുണ്ടായി വളരെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞാൻ എല്ലാ സാറ്റലൈറ്റ് ചാനലുകളിലും മിക്ക ചാനലുകളിലും ഞാൻ വന്നിരുന്നു, ഓൺലൈൻ ചാനലുകളിലും വന്നിരുന്നു. എന്തൊക്കെ ഞാൻ പറഞ്ഞുവോ അതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് കേരളമാണ്, നമുക്ക് ഇങ്ങനെ കഴിയൂ. ഇതാണ് നമ്മുടെ മാതൃക. നമ്മുടെ ഉദ്യോഗ സംവിധാനത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഒരു കറക്ഷനും വരാൻ പോകുന്നില്ല. അഴിമതി, സ്വജനപക്ഷപാതം എല്ലാം ഇവിടെ ഉണ്ട്. ഇന്നലെ നോക്കൂ, 2-3 മാസമായിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ 100 ദിവസം കഴിഞ്ഞ് 100-150 ദിവസം ആയിട്ടേ ഉള്ളൂ. അവരുടെ പറമ്പിൽ അവർക്ക് കയറാൻ പറ്റുന്നില്ല. നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി അവർ കാശ് കൊടുത്തും അല്ലാതെയും പട്ടയം കിട്ടിയും ഒക്കെ താമസിച്ച് ഒരു ദുരന്തമുണ്ടായി എന്നുള്ള ഒറ്റ കാരണത്താൽ അവിടെ നിന്ന് മാറി നിൽക്കുന്നവർക്ക് ഇന്നലെ അവരെ പറമ്പിൽ കയറാൻ പറ്റുന്നില്ല. പോലീസ് അവരെ തടയുകയാണ്, അവർ നിലവിളിക്കുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വസ്തു എവിടെ? അവർക്ക് വീടെവിടെ? അവർക്ക് പിന്നെ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു. ടൗൺഷിപ്പ് എവിടെ? 2 ടൗൺഷിപ്പ് എന്ന് പറഞ്ഞു, പിന്നെ 1 ടൗൺഷിപ്പ് എന്ന് പറയുന്നു, ഇൻഡിവിജ്വൽ വീട് കൊടുക്കുമെന്ന് പറയുന്നു. എവിടെയാണ്? കേന്ദ്ര സംസ്ഥാനവും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളും കേരള സമൂഹം ഒന്നാകെ ചൂരൽ മലക്കാരോട് മറുപടി പറയണം. എവിടെയാണ് പിഴച്ചത്? ആരാണ് പ്രശ്നം? ഒരു ധവളപത്രം തന്നെ സർക്കാർ പുറപ്പെടുവിക്കണം, വൈറ്റ് പേപ്പർ തന്നെ പുറപ്പെടുവിക്കണം. പുത്തുകൈ മലയിൽ ഇതിനു മുമ്പ് ഉരുൾപൊട്ടലുണ്ടായി, കവളപ്പാറയിലുണ്ടായി. എവിടെ പോയി നമ്മൾ? ദുരന്ത നിവാരണ അതോറിറ്റി വലിയ ദുരന്തമാണ്. എന്തിനാ ഇങ്ങനെ ഒരു അതോറിറ്റി? എങ്ങനെയാ അവിടെ ഇരിക്കുന്നവർക്ക് ശമ്പളം വാങ്ങാൻ തോന്നുന്നത് മാസം തോറും? പിന്നെ നമുക്കൊരു ചീഫ് സെക്രട്ടറി ഉണ്ട്, അവരാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഞാൻ വ്യക്തികളെയല്ല പറയുന്നത്, എനിക്ക് വ്യക്തികളോട് താല്പര്യ കൂടുതലോ കുറവോ ഒന്നുമില്ല. താല്പര്യ കൂടുതലുമില്ല, താല്പര്യ കുറവുമില്ല. പ്രശ്നങ്ങളോടാണ് നമുക്ക് സമീപനം. മുഖ്യമന്ത്രിയാണ് ചെയർമാൻ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ, റവന്യൂ മന്ത്രിയാണ് വൈസ് ചെയർമാൻ. ഇവരൊക്കെ എവിടെയാണ്? വളരെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ? ഒരു ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ, ഗുണഭോക്തൃ ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ലല്ലോ. അതിന് സ്പെഷ്യൽ ഓഫീസർ വെച്ചു. എവിടെ പോയി സ്പെഷ്യൽ ഓഫീസർ? തുടക്കത്തിലൊരു സ്പെഷ്യൽ ഓഫീസറെ വെച്ചു, പിന്നെ അല്ലാതെ ജൂനിയർ ആയിട്ടുള്ള സ്പെഷ്യൽ ഓഫീസറെ വെച്ചു. കുറെ ഓഫീസർമാർ പോയി അവിടെ സുഖലോലുപതയിൽ ആറാടി ആവശ്യമുള്ള പൈസ ഒക്കെ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയൊക്കെ മാസം വാടകയൊക്കെ വരുന്ന രൂപത്തിൽ താമസിച്ച് അങ്ങനെ കുറെ പണം തിന്നു. കുറച്ചു പേർ സുഖവാസത്തിന് പോയി, അവിടെ കുറച്ചു പേർ പഠനമെന്ന് പറഞ്ഞു പോയി. ശങ്കരൻ പിന്നെയും തെങ്ങലെന്ന് പറയാൻ പറ്റുന്നില്ലേ? ശങ്കരനെ കാണാനില്ലെന്നേ. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കളക്ടർ, എന്തിനാണ് ഈ കളക്ടർ സംവിധാനം? നമുക്ക് IAS കാരോടൊക്കെ വലിയ ബഹുമാനമാണ്, ആദരവാണ്, സെലിബ്രിറ്റികളാണ്. എന്ത് കളക്ടർ എന്ന് ചോദിക്കേണ്ടി വരും. എന്താണ് ഈ സംവിധാനം? ചൂരൽമലയിൽ ആളുകൾക്കുള്ള ഗുണഭോക്തൃ ലിസ്റ്റ് എവിടെ? പഞ്ചായത്തും അതിനകത്ത് പ്രതിയാണ്. പഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്, സംസ്ഥാനം ഭരിക്കുന്ന LDF ആണ്, കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. എല്ലാവരും ഇതിനകത്ത് ഉത്തരം പറയേണ്ടതാണ്. ഒരു ജനത 100 ദിവസം 100-150 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ജനത, അവരുടെ ബന്ധുമിത്രാദികൾ 15 പേര് 14 പേരൊക്കെ ഒരു വീട്ടിൽ നിന്ന് മരിച്ചവരുണ്ടെന്നേ. ഒരാൾ 2 ആളൊക്കെയാണ് ജീവിച്ചിരിക്കുന്നത്. അവരുടെ മെന്റൽ ട്രോമയല്ലേ അവർക്കുണ്ടാവുക? അവർക്ക് മാനസികാഘാതം ഉണ്ടാവൂലേ? ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു പോയത് എന്തിനെന്ന് തോന്നില്ലേ? ഈ വ്യവസ്ഥിതിയിൽ ജീവിക്കുന്നതിൽ കുറ്റബോധം തോന്നില്ലേ? ഇതെന്ത് കേരളമാണ്? ഇതെന്ത് നാടാണ് ഇവിടെ? എന്തിനാ ഈ സംവിധാനങ്ങൾ? ഒരൊറ്റ ആളുകൾക്ക് ശമ്പളം കൊടുക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ അതോറിറ്റിയായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങൾ പരിഹരിക്കാതെ ഒരാൾ ശമ്പള ബില്ല് എഴുതരുത്. ബില്ല് എഴുതരുതെന്നാണ് ഞാൻ പറയുന്നത്. സങ്കടം വരണ്ടേ? കരച്ചിൽ വരണ്ടേ? ദുഃഖം വരണ്ടേ? ഒരു ജനതയെ പട്ടിണിക്ക് ഇട്ടിട്ട് അവർക്കൊന്നും കൊടുക്കാതെ ദുരന്തങ്ങൾ വന്നൊരു നാട്ടിൽ ആ ദുരന്ത ഭൂമികയിലെ ആളുകളോട് മുഖം തിരിഞ്ഞു നിന്ന് അവരെ പോലീസിനെ ഉപയോഗിച്ച് കൈകാര്യം ചെയ്ത് എന്ത് വ്യവസ്ഥിതിയാണ് നമ്മൾ താമസിക്കുന്നത്? എന്തിനാണ് ഈ സംവിധാനങ്ങൾ ഇവിടെ? സെമിനാറുകൾക്ക് വല്ല കുറവുണ്ടോ? കോൺഫറൻസുകൾക്ക് കുറവുണ്ടോ? പേപ്പർ പ്രസന്റേഷന് കുറവുണ്ടോ? പവർ പോയിന്റുകൾക്ക് കുറവുണ്ടോ? എന്തിനാണ് ഇതൊക്കെ? ആ മനുഷ്യന്റെ, അവിടുത്തെ കുറെ പാവപ്പെട്ട മനുഷ്യരുടെ അതിജീവനമാണ് വിഷയം, അവരുടെ ജീവിതമാണ് വിഷയം. രാത്രി 11:30-12 മണി വരെ കിടന്നുറങ്ങി 1 മണിയാകുമ്പോൾ അല്ലെങ്കിൽ 12:45 മണിയാകുമ്പോൾ
പ്രകൃതിയുടെ ഒരു ശബ്ദം സംഹാര താണ്ഡവമാടി എല്ലാം എടുത്തുകൊണ്ട് പോയപ്പോൾ ഉറ്റവരെ ഉടയവരെ ഉണ്ടാക്കിയതെല്ലാം ഒരു നിമിഷം കൊണ്ട്, അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട്, അല്ലെങ്കിൽ കുറേ നിമിഷങ്ങൾ കൊണ്ട്, കുറേ മണിക്കൂറുകൾ കൊണ്ട് എല്ലാം വാഷ് ഔട്ട് ചെയ്ത് പോയി ഒരു സമൂഹത്തോട് ഇത്രയും അനീതി കാണിക്കാവോ നമ്മൾ? എങ്ങനെയാണ് എല്ലാവർക്കും ഉണ്ണാൻ കഴിയുക? ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ? എന്ത് ഭാഷയിലാണ് ഇതിനെ നമ്മൾ വിമർശിക്കേണ്ടത്? ചാനലുകളും മറന്നുപോയി, പത്രങ്ങളും മറന്നുപോയി, അവർ പുതിയ വാർത്തകളുടെ പുറകെ പോയി. ചൂരൽമലക്കാർ മാത്രം അവിടെ ഉണ്ട്. ഞാൻ അന്ന് തുടക്ക സമയത്ത് ഞാൻ വയനാട് പോയിട്ട് വന്ന് ഈ സ്ഥലങ്ങളെല്ലാം പോയി സന്ദർശിച്ചതിന് ശേഷം ഞാൻ വന്ന് എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷനിൽ നടന്നൊരു സെമിനാറിലും കൂടി സംസാരിച്ചതിന് ശേഷം ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് ചില ചാനലുകളിലും പത്രങ്ങളിലും അതുപോലെ തന്നെ മീഡിയകളിലും ചില കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും ചുരമിറങ്ങുന്നവർക്ക് ഇത് ആഘോഷമാണ്. അവർ പേപ്പറുകൾ പ്രസന്റ് ചെയ്യും, അവർ ആഘോഷം നടത്തും, അവർ ഇതിൻ്റെ പേരിൽ ടൂറുകൾ നടത്തും, സെമിനാർ നടത്തും, ചർച്ചകൾ നടത്തും. ഹോട്ടലുകളിൽ ശീതീകരിച്ച മുറികളിലിരുന്ന് ഉരുൾ പൊട്ടിയത് മുകളിലാണോ, താഴെയാണോ, നടുക്കാണോ, വശങ്ങളിലാണോ, അത് മനുഷ്യന്റെ ഇടപെടൽ കൊണ്ട് പൊട്ടിയതാണോ, അല്ലാതെ പൊട്ടിയതാണോ, പൊട്ടിച്ചതാണോ എന്നൊക്കെ ആലോചിച്ച് സമയം കളയും. പഞ്ചായത്ത് ഗവൺമെന്റിനെ കുറ്റം പറയും, ഗവൺമെന്റ് പഞ്ചായത്തിനെ കുറ്റം പറയും, രണ്ടു കൂട്ടരും കൂടെ കേന്ദ്രത്തിനെ കുറ്റം പറയും, കേന്ദ്രം സംസ്ഥാനത്തിനെ കുറ്റം പറയും. നേരത്തെ കൊടുത്തത് ചെലവാക്കിയില്ല എന്ന് പറയും, ഇപ്പൊ കൊടുത്തത് പോരാന്ന് പറയും. ഒരു ന്യായവും പറയണ്ട, എല്ലാവരും പ്രതിക്കൂട്ടിലാണ്. ഇവിടെ കുറേ പാവങ്ങൾ, പട്ടിണി പാവങ്ങൾ, എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത, നിസ്സഹായരായി നിൽക്കുന്നൊരു ജനത. അവർ ആത്മഹത്യ ചെയ്യണോ? അവർ ഈ നാട് വിട്ടു പോകണോ? അല്ലെങ്കിൽ ചെറുപ്പക്കാരൊക്കെ കേരളം വിട്ടു പോകുന്നു, പോയവരാരും തിരിച്ചു വരുന്നില്ല. ഇത്രയും ഒരു ദുരന്ത ഭൂമികയായി മാറുകയാണോ കേരളം? പ്രകൃതി ദുരന്തങ്ങൾ ഒരു വശത്ത്, മനുഷ്യ ദുരന്തങ്ങൾ മറ്റൊരു വശത്ത്. അതിൻ്റെ ഇടയിൽ ആഘോഷങ്ങൾ, ബഹളങ്ങൾ. എന്താണ് കേരളത്തിന് സംഭവിക്കുന്നത്? അടിയന്തരമായി വയനാട് പാക്കേജ് പ്രഖ്യാപിക്കണം. വയനാട് പാക്കേജ് പ്രഖ്യാപിച്ച് അതിനാവശ്യമായ നടപടികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചെയ്യണം. ചീഫ് സെക്രട്ടറി മറ്റെല്ലാ പണിയും മാറ്റി വെക്കണമെന്നേ, ഇതിലേക്ക് പോകണം. നിങ്ങളുടെ ഒരു ദിവസത്തെ, ചീഫ് സെക്രട്ടറിയുടെ ഒരു ദിവസത്തെ 1 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റിവെക്കണം. സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം കൊണ്ടുവരണം. സെപ്പറേറ്റ് ഓഫീസ് തുറക്കണം. വയനാട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനം കൊണ്ടുവരണം. എത്ര ലക്ഷം കണക്കിന്, കോടിക്കണക്കിന് രൂപയാണ് ജനങ്ങൾ തരാമെന്ന് പറഞ്ഞത്? എത്ര വ്യവസായികളാണ് പണം തരാമെന്ന് പറഞ്ഞത്? എത്ര ഗവൺമെന്റുകളാണ് പണം തരാമെന്ന് പറഞ്ഞത്? കർണാടക ഗവൺമെന്റ്, തമിഴ്നാട് ഗവൺമെന്റ്, ആന്ധ്ര ഗവൺമെന്റ്, എത്ര ഗവൺമെന്റാണ് പണം തരാമെന്ന് പറഞ്ഞത്? എത്ര കലാകാരന്മാരാണ്, എത്ര സിനിമാ നടന്മാരാണ്, എത്ര കായിക പ്രതിഭകളാണ് പണം തരാമെന്ന് പറഞ്ഞത്? ഈ പണമൊക്കെ മേടിക്കാത്തെന്താണ്? എത്ര രാഷ്ട്രീയ പാർട്ടികളാണ് പണം തരാമെന്ന് പറഞ്ഞത്, വീട് വെച്ച് തരാമെന്ന് പറഞ്ഞത്? ഇതൊക്കെ വാങ്ങി ജനങ്ങൾക്ക് കൊടുക്കാത്തെന്താ? എന്ത് രാഷ്ട്രീയമാണ് നമുക്കിതിൽ കാണാനുണ്ടാവുക? സോറി ടു സേ, ഇതൊക്കെ പറയേണ്ടി വരുന്നതും ഒരുതരം ഗതികേടാണ്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? ഈ സംവിധാനങ്ങൾ എവിടെയാണ്? ദുരന്ത നിവാരണ അതോറിറ്റി എന്തൊരു സംവിധാനമാണ്! എന്തിനാന്നേ? തീർച്ചയായിട്ടും അടിയന്തരമായി ഗവൺമെന്റ് ശ്രദ്ധിച്ച് ഒരു പ്രത്യേക പാക്കേജ് കൊണ്ടുവന്ന് അതിന് നിശ്ചിത ദിവസം നിശ്ചയിച്ച് അടുത്തൊരു 100 ദിവസത്തിനകം, അല്ലെങ്കിൽ 50 ദിവസത്തിനകം, അല്ലെങ്കിൽ ഇത്ര മാസത്തിനകം, 3 മാസത്തിനകം വയനാട് പാക്കേജ് പൂർത്തീകരിക്കും, പുനരധിവാസ പാക്കേജ് പൂർത്തീകരിക്കും എന്നുള്ള പേരിൽ നല്ലൊരു പേരെല്ലാം ഇട്ട്, ആദ്യം മുതലേ ഞാൻ പറയുന്നതാണ്, നല്ലൊരു പേരെല്ലാം ഇട്ട് പുനർജനിയെന്നോ, അല്ലെങ്കിൽ എല്ലാവരും, അല്ലെങ്കിൽ ഒരു പ്രകൃതി ശ്രീയെന്നോ എന്തെങ്കിലുമൊക്കെ നല്ലൊരു പേരെല്ലാം ഇട്ട് മനോഹരമായി ഇത് കൊണ്ടുവരണം. വളരെ ശുദ്ധനാണ് നമ്മുടെ റവന്യൂ മന്ത്രി, വല്ല കാര്യമുണ്ടോ? ശുദ്ധനായിട്ട് കാര്യമില്ല രാജൻ സാറേ, പ്രവർത്തിക്കുക. നമ്മുടെ വളരെ ആക്ഷനുള്ള ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി, ഒരുപാട് ആക്ഷനുള്ള ആളാണ്. പക്ഷെ കാര്യമില്ല, ഇതിൽ വളരെ സീറോ ആണ്, ബിഗ് സീറോ ആണ്, മൈനസിലേക്ക് പോവുകയാണ് നമ്മുടെ സംവിധാനങ്ങൾ. കേന്ദ്ര ഗവൺമെന്റ് ആയാലും അത് തന്നെ, സംസ്ഥാന ഗവൺമെന്റ് ആയാലും അത് തന്നെ, പഞ്ചായത്തായാലും അത് തന്നെ. ഇതാരെയും കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല, വേദന കൊണ്ട്, സങ്കടം കൊണ്ട്, ദുഃഖം കൊണ്ട്, ഗതികേട് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. മറ്റൊന്നും ആരും കരുതരുത്, പരിഭവിക്കരുത്. നമുക്ക് വയനാടിലെ ജനതയോടൊപ്പം നിൽക്കാം. അവർക്കാവശ്യമായ ഒരു പാക്കേജ് പ്രഖ്യാപിച്ച് കൃത്യമായി അവരോടൊപ്പം നിന്ന് അത് വളരെ സമയബന്ധിതമായി പൂർത്തീകരിക്കാം. അത് കാലത്തിൻ്റെ ആവശ്യമാണ്. നമ്മൾ തന്നെയാണ് പറഞ്ഞ ലോക മാതൃകയുള്ള പുനരധിവാസം അവർക്ക് കൊടുക്കുമെന്ന്. ഇപ്പം ലോക മാതൃക പോയിട്ട് ഒരു പഞ്ചായത്തിൻ്റെ മാതൃക പോലും സൃഷ്ടിക്കാനാവാതെ നമ്മൾ ഉഴലുകയാണ്.
നമുക്കറിയില്ല. ഇരുട്ടിൽ തൽപ്പുകയാണ് നമ്മൾ. ആ ഇരുട്ടിൽ നിന്ന് പുറത്തു വരണം, വെളിച്ചത്തിലേക്ക് വരണം.